أتانا رحمة رمضان أتاك الروح والريحان. السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ റമളാൻ, പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ എന്ന് പറയുന്ന മാനവ വിമോചനത്തിന് വേണ്ടി മാർഗദർശനമായി സർവശക്തനായ അള്ളാഹു അവതരിപ്പിച്ചു തന്ന ആ വേദഗ്രന്ഥം ഇറങ്ങിയത്, അവതരിപ്പിക്കപ്പെട്ടത് റമളാൻ മാസത്തിലാണ്. അതിന് നന്ദി സൂചകമായി വിശ്വാസി സമൂഹം റമളാൻ മാസമെത്തിക്കഴിഞ്ഞാൽ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ റമളാനും പരിശുദ്ധ ഖുർആനും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ മാസത്തിലാണ് ധാരാളമായി പരിശുദ്ധ ഖുർആൻ പഠിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാം. 2 തവണയെങ്കിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സന്നിധിയിൽ വന്ന് പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പരിശോധന നടത്തി ഹിഫ്ള് പരിശോധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ അറിവും അവഗാഹവുമുള്ള വ്യക്തിയാക്കി മാറ്റുന്നതിൽ ഒരധ്യാപകൻ്റെ റോള് തന്നെ നിർവഹിച്ചുകൊണ്ടാണ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റമളാൻ മാസത്തിൽ സമാഗതമാവാറുള്ളത്. ഇവിടെ പരിശുദ്ധ ഖുർആൻ എന്നത് നമ്മുടെ ജീവിതത്തിലും ധാരാളമായി അതിനോടുള്ള നമ്മുടെ കടമയും ബാധ്യതയും പൂർത്തീകരിക്കുവാൻ നാം വിനിയോഗിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിനോട് പ്രധാനമായും പണ്ഡിതന്മാർ 5 കടമകളെയാണ് നമുക്ക് എണ്ണി പഠിപ്പിക്കുന്നത്. 1, അത് നിരന്തരമായി പാരായണ വിധേയമാക്കുക എന്നതാണ്. മറ്റൊന്ന്, പരിശുദ്ധ ഖുർആൻ അർത്ഥസഹിതം പഠിക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ 3-മതായി ആ പരിശുദ്ധ ഖുർആനിനെ ചിന്തകൾക്കും മനന ഗവേഷണങ്ങൾക്കും വിധേയമാക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിനെ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരിക എന്നതാണ് 4-മത്തെ കാര്യം. അതോടൊപ്പം അള്ളാഹു നൽകിയ ആ പരിശുദ്ധ ഖുർആനിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് 5-മത്തെ കടമ. ഈ കടമകൾ പരിശുദ്ധ ഖുർആനിനോട് നിർവഹിച്ചുകൊണ്ട് പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാൻ സാധിച്ചാൽ നാം ഖുർആനിൻ്റെ ആളുകളാണ്. നമുക്ക് ഖുർആനിൻ്റെ ആളുകൾ എന്ന് അവകാശപ്പെടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനുമായി ഇത്തരുണത്തിൽ ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരെ അഹ്ലുല്ലാഹി വഖാസത്തുഹു, അള്ളാഹുവിൻ്റെ ആൾക്കാർ, അള്ളാഹുവിൻ്റെ സ്വന്തക്കാർ എന്നുള്ള നിലക്ക് പരിചയപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനുമായി ഒരു അഭേദ്യമായ ബന്ധം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഖുർആൻ എന്നത് നമുക്ക് ഹൃദയവസന്തമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയായി നമുക്ക് ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ടത്: അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖൽബി. അല്ലാഹുവേ, പരിശുദ്ധ ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കി നീ മാറ്റണമേ. വനൂറ സ്വദിരി, എൻ്റെ ഹൃദയത്തിൻ്റെ വെളിച്ചമാക്കണമേ. വജലാഅ ഹുസ്നി, എൻ്റെ ദുഃഖം നീങ്ങിപ്പോകുന്നത് ഖുർആൻ കൊണ്ടാകണമേ. വദഹാബ ഹമ്മി, എൻ്റെ ടെൻഷനും പിരിമുറുക്കങ്ങളും ഇല്ലാതെയാക്കുന്നത് എൻ്റെ ഖുർആനാക്കി മാറ്റണമേ. അതേ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ പരിഹാരമാണ്. പരിശുദ്ധ ഖുർആൻ സമാധാനമാണ്. പരിശുദ്ധ ഖുർആൻ ശാന്തിയാണ്. പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും അതൊരു വലിയ ആശ്വാസമാണ്. കാരണം ഖുർആൻ എന്നത് അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്. ആരോടുള്ള സംസാരം?
പടപ്പുകളോടുള്ള, അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടുള്ള സംസാരമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്, ആർക്കെങ്കിലും അള്ളാഹുവിനോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അവർ നമസ്കരിക്കട്ടെ. ആരോടെങ്കിലും അള്ളാഹു സംസാരിക്കണം എന്നവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ പരിശുദ്ധ ഖുർആൻ ഓതട്ടെ എന്നാണ്. ഖുർആൻ ഓതുമ്പോൾ അള്ളാഹു നാമുമായി സംസാരിക്കുന്ന ഒരു ഫീലിംഗ്, വല്ലാത്ത ഒരു അനുഭൂതി, ആ അർത്ഥവും ആശയവും അറിഞ്ഞ് അത് ഓതുമ്പോൾ തീർച്ചയായും നമുക്കുണ്ടാകും. ഖുർആനിനെ എല്ലാ അർത്ഥത്തിലും നമുക്ക് ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ കഴിയണം. എന്തിനാണ് അള്ളാഹു പരിശുദ്ധ ഖുർആൻ നമുക്ക് അവതരിപ്പിച്ച് തന്നത്? പരിശുദ്ധ ഖുർആൻ അവതീർണമായത് ഹുദല്ലിന്നാസി, അത് ജനങ്ങൾക്ക് വഴികാട്ടിയാണ്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യാസത്യങ്ങളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുവാനുള്ള മാനദണ്ഡമാണ്. അതെ, ഖുർആൻ സത്യത്തിലേക്ക് നമ്മെ വഴി നടത്തുന്നു. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും, അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്കും, അനീതിയിൽ നിന്ന് നീതിയിലേക്കും, തൗഹീദിനെ പഠിപ്പിച്ചുകൊണ്ട് ഷിർക്കിൽ നിന്ന് തൗഹീദിലേക്കും, കാപട്യത്തിൽ നിന്ന് ശരിയായ വിശ്വാസത്തിലേക്കും, ദൈവനിഷേധത്തിൽ നിന്ന് സത്യവിശ്വാസത്തിലേക്കും നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധമായ വേദഗ്രന്ഥത്തെ തിരിച്ചറിയുവാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഖുർആൻ എന്നത് ഒരു ആഴക്കടലാണ്, അറിവിൻ്റെ ആഴക്കടൽ. അതിൻ്റെ ഓരത്ത് നിന്ന് ഒരു കടൽ പോലെ അതിലേക്ക് ചൂണ്ടയിടുന്നവർക്കും ചെറിയ തീരത്ത് നിന്ന് വലയെറിയുന്നവർക്കും അയിലക്കുട്ടിയും മത്തിക്കുഞ്ഞുങ്ങളും കടലിൽ നിന്ന് ലഭിക്കുന്നത് പോലെ പരിശുദ്ധ ഖുർആനിൻ്റെ ഓരത്ത് നിലകൊള്ളുന്നവർക്ക് ചെറിയ ചെറിയ അധ്യായങ്ങളിൽ തൃപ്തിപ്പെടേണ്ടി വരും. ചെറിയ ചെറിയ സൂറത്തുകൾ മാത്രമാണ് അവർക്ക് സ്വായത്തമാക്കുവാൻ സാധിക്കുക. പരിശുദ്ധ ഖുർആനിൻ്റെ ആ നടുക്കടലിലേക്ക് സഞ്ചരിച്ചാൽ വമ്പൻ കൊമ്പൻ സ്രാവുകളെ കടലിൽ നിന്ന് ലഭിക്കുന്നത് പോലെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് വമ്പിച്ച ആശയങ്ങളും അതേപോലെ വചനങ്ങളും ആദർശങ്ങളും പഠിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കും. വീണ്ടും കടലിൻ്റെ ആഴിയിലേക്ക് ഊളിയിട്ടാൽ അതിൽ നിന്ന് മുത്തും മുത്തുച്ചിപ്പിയും പവിഴവും പവിഴപ്പുറ്റുകളും ലഭിക്കുന്നത് പോലെ പരിശുദ്ധ ഖുർആനിൻ്റെ ആഴക്കടലിലേക്ക് ഊളിയിട്ടിറങ്ങുന്നവർക്ക് തത്വസംഹിതകളും നിയമനിർദ്ദേശങ്ങളും ഉദാത്ത ഗുണങ്ങളും ഉത്കൃഷ്ട സ്വഭാവങ്ങളും സ്വായത്തമാക്കുവാൻ സാധിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആനിനെ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിച്ചു മനസ്സിലാക്കാൻ നമ്മുടെ ജീവിതത്തിൽ സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഖുർആനിനോട് ഒരു വേണ്ടത്ര ഗൗരവം പുലർത്താത്ത ഒരു ജനസമൂഹമായി മുസ്ലിം സമൂഹത്തെ കാണേണ്ടി വരുന്നു എന്നത് എത്ര ഖേദകരമാണ്. ഖുർആൻ എന്നത് ഫി സുഹഫി മുകറമ മർഫൂഅത്തി മുതഹറ, ഖുർആനിനോടുള്ള വിശ്വാസികളുടെ നിലപാട് പഠിപ്പിക്കുന്ന ഒരു വചനമായി നമുക്ക് ആ വചനത്തെ വായിക്കാം. അതെന്താണ്? മുകറമ. പരിശുദ്ധ ഖുർആൻ എന്നത് ആദരിക്കപ്പെടേണ്ട വേദഗ്രന്ഥമാണ്. മുകറമത്താണ്. പലപ്പോഴും താഴെ വീണാൽ അതെടുത്തുകൊണ്ട് നെഞ്ചത്ത് ചേർത്ത് ചുംബിച്ച് നമ്മളതിനെ സൂക്ഷ്മമായി വെക്കാറുണ്ട്. എന്നാൽ ഖുർആൻ താല്പര്യപ്പെടുന്നത് ഖുർആനിൻ്റെ ചട്ടകൾക്കപ്പുറത്ത്, അതിൻ്റെ ഉള്ളിലെ പേജുകൾക്കപ്പുറത്ത് ആ പരിശുദ്ധ വചനങ്ങളെ സ്നേഹിക്കാൻ, അതിൻ്റെ ആശയങ്ങളെ സ്നേഹിക്കാൻ, അതിനെ നെഞ്ചോട് ചേർക്കാൻ, അതിലെ തത്വസംഹിതകളെ ചുംബിക്കാൻ സാധിക്കുന്നിടത്താണ് വിശ്വാസി സമൂഹം ശരിയായ രൂപത്തിൽ ഖുർആനിനോട് സമീപിക്കുന്നത്. അതോടൊപ്പം തന്നെ മർഫുഅ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയരെ നാം പരിഗണിക്കേണ്ടത്. പലപ്പോഴും എല്ലാ പുസ്തകങ്ങളും വെക്കുന്നതിൻ്റെ ഏറ്റവും മുകളിൽ പരിശുദ്ധ ഖുർആനിനെ നാം ആദരവോടെ വെക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു പേജിനെയും ചട്ടയെയും മുകളിൽ വെക്കുന്നു എന്നതല്ല, മറ്റെല്ലാറ്റിൻ്റെയും മുകളിൽ പരിശുദ്ധ ഖുർആനിനെ പരിഗണിക്കുന്നു എന്നതാണ്. ഉപ്പയുടെ വാക്കിനേക്കാൾ, ഉമ്മയുടെ വാക്കിനേക്കാൾ, ഭാര്യയുടെ വാക്കിനേക്കാൾ, മക്കളുടെ താല്പര്യത്തെക്കാൾ പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ ഏറ്റവും ഉയരത്തിൽ പരിഗണിക്കുന്നിടത്താണ് അത് മർഫൂഅത്തായി മാറുന്നത്. അതോടൊപ്പം തന്നെ മുതഹറ, പരിശുദ്ധ ഖുർആൻ എന്നത് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കുന്നതുമാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകത, അതിൽ അന്ധവിശ്വാസങ്ങളില്ല, പുകമറകളില്ല, അങ്കലാപ്പുകളില്ല, അവിശ്വാസങ്ങളില്ല, അതല്ലെങ്കിൽ ഖുറാഫാത്തുകളില്ല, വാറോലകളില്ല. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് സ്വച്ഛതയുള്ള സത്യസന്ധമായ ദൈവികമായ വചനങ്ങളാണ്. ആ വചനങ്ങൾ പാരായണം ചെയ്യുന്നവർ അവർ സ്വയം ശുദ്ധീകരിക്കപ്പെടുന്നതിനോടൊപ്പം ആ ഖുർആനിനെ സ്വീകരിക്കുക വഴി
അവൻ്റെ മനസ്സുകളെ വിമലീകരിക്കുവാനും അവൻ്റെ മനസ്സിലെ അഴുക്കിനെ നീക്കം ചെയ്യുവാനും സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ജനപദത്തെ നന്മയിലേക്ക് വഴി നടത്താൻ സാധിച്ചത്. നേരം വെളുത്താൽ നുരയുന്ന ഒരു കോപ്പ കള്ള്, ഒരന്യ പെണ്ണിൻ്റെ ചൂട്, വാളിൻ്റെ ദാഹം തീർക്കാനൊരു യുദ്ധം, വൈനും വാറും വിമണും ജീവിതത്തിൻ്റെ ലഹരിയായി നോക്കിക്കണ്ടിരുന്ന ഒരു ജനപദത്തെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് പരിഷ്കരിച്ചെടുത്തത്, എങ്ങനെയാണ് സംസ്കരിച്ചത്, എങ്ങനെയാണ് ആ സമൂഹത്തെ നേർവഴിയിലേക്ക് വഴി നടത്തിയത്? അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കും മായാവിയുടെ മന്ത്രവടിയുമല്ല. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം, അവർക്ക് വേദത്തിൻ്റെ വചനങ്ങൾ ഓതിക്കൊടുത്തു വയുസക്കീഹിം, എന്നിട്ട് അവരെ കഴുകി ശുദ്ധീകരിച്ച് സംസ്കരിച്ച് സമുദ്ധരിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, അത് പഠിപ്പിക്കപ്പെട്ടാൽ, അത് പഠിച്ചാൽ തീർച്ചയായും നമ്മുടെ മനസ്സുകളെ കഴുകി ശുദ്ധീകരിക്കാൻ സുഹൃത്തുക്കളെ നമുക്ക് സാധിക്കുന്നതാണ്. അത്രയേറെ സ്വാധീനം ഖുർആനിൻ്റെ വചനങ്ങൾക്കുണ്ട്. ഖുർആനിൽ തബ്ശീറുമുണ്ട്, ഇൻദാറുമുണ്ട്, താക്കീതുകളുമുണ്ട്, സന്തോഷവാർത്തയുമുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ പരിമളം പരത്തുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ സ്വർഗത്തിലേക്ക് മാടി വിളിക്കുമ്പോൾ നരകത്തെക്കുറിച്ചുള്ള അതിശക്തമായ താക്കീതും നമുക്ക് ഖുർആനിൽ വായിക്കാൻ കഴിയും. സ്വർഗത്തിൻ്റെ ആ കുളിർക്കാറ്റ് പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നവർ അനുഭവിക്കുന്നത് പോലെ നരകത്തിൻ്റെ കനൽക്കാറ്റും പരിശുദ്ധ ഖുർആനിൽ നിന്നും അതിൻ്റെ വരികളിലൂടെ വായിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ബോധ്യപ്പെടും. നന്മയുടെ മുമ്പിൽ നാം എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ, സ്വർഗത്തിൻ്റെ പരിമളം നമ്മുടെ നാസാരന്ധ്രങ്ങളെ തഴുകി തലോടി കടന്നു വന്ന് ആ സുഹൃതം ചെയ്യാൻ നമ്മെ മോട്ടിവേറ്റ് ചെയ്യുന്ന വചനങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഇരുട്ടത്ത് പാത്തും പതുങ്ങിയും രാവിൻ്റെ യാമങ്ങളിലും അതേപോലെ ഇരുളിൻ്റെ മറവിലും ചെയ്തു കൂട്ടുന്ന ചില തിന്മകൾക്ക് വേണ്ടി മനുഷ്യർ സഞ്ചരിക്കുമ്പോൾ നരകത്തിൻ്റെ കനൽക്കാറ്റിൻ്റെ അനുഭവം, അത് നെഞ്ചിൻ കൂട്ടിലേക്ക് ചാട്ടുളി പോലെ തുളച്ചു കയറുന്ന അനുഭവം പരിശുദ്ധ ഖുർആനിനെ പഠിക്കുന്ന ഒരു വ്യക്തികൾക്ക് ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ എത്ര കണ്ട് പഠിക്കാൻ നമ്മൾ സന്നദ്ധമാകുന്നുവോ അത്ര കണ്ട് നമുക്ക് ഖുർആനിനെ തീർച്ചയായും സ്വീകരിക്കുവാനും അനുഭവിച്ചറിയുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നതാണ്. നോക്കൂ, നിങ്ങൾ ഖുർആനിനോടുള്ള നമ്മുടെ കടമയെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. പാരായണം ചെയ്യുക എന്നതാണ് പ്രഥമവും പ്രധാനവുമായ കടമ. അത് ഓതാനുള്ളതാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ തന്നെ വായിക്കപ്പെടാനുള്ളതാണ്. അത് വായിക്കപ്പെടുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ അത് ഓതണം. അതിന് ഓതുന്ന വത്തുലു അലൈഹിം, നീ അവർക്ക് ഓതിക്കൊടുക്കുക എന്ന പ്രയോഗം പരിശുദ്ധ ഖുർആനിൽ കാണാം. അല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ വേദം ഓതുന്നവർ എന്ന പ്രയോഗങ്ങൾ പരിശുദ്ധ ഖുർആനിൽ കാണാം. ആ ഖുർആൻ ഓതുന്നവർ വളരെ മാഹിറുകളായി, നിപുണന്മാരായി, നല്ല സമർത്ഥമായി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർ മഅസ്സഫറത്തിൽ ബററ, മലക്കുകളോളം പടച്ച റബ്ബിൻ്റെ അടുത്ത് സ്ഥാനീയരാകുമെന്ന പ്രയോഗം പ്രവാചകൻ്റെ തിരുമൊഴികളിൽ വന്നിട്ടുണ്ട്. അതോടൊപ്പം യതഅതഉഫിൽ ഖുർആൻ, ഖുർആനിനെ തപ്പിത്തടഞ്ഞ് പ്രയാസപ്പെട്ട് ഓതുന്നവർക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന അജ്റാനി കിട്ടുന്ന പ്രയോഗങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് ഓതുക എന്നത് ബാധ്യതപ്പെട്ടതാണ്. ആ വചനത്തിൻ്റെ അവസാനത്തിൽ നമുക്ക് കാണാം, യർജൂന തിജാറത്തൻ ലൻ തബൂറ, ഒരിക്കലും നഷ്ടം വരാത്ത ഒരു കച്ചവടത്തിലാണ് പരിശുദ്ധ ഖുർആൻ ഓതുന്നവർ ഉള്ളത് എന്നതാണ്. കാരണം ഒരു അക്ഷരത്തിന് ശതഗുണീഭവിക്കുന്ന പ്രതിഫലം 10 ഇരട്ടി കൂലിയാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിനെ നിരന്തരമായി ജീവിതത്തിൽ പാരായണ വിധേയമാക്കേണ്ടതുണ്ട്. നാം ഇപ്പോൾ റമളാൻ മാസത്തിലാണ്. 1, 2, 3, 4, 5 തവണ പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പാരായണം ചെയ്യാൻ തീരുമാനമെടുക്കുന്ന ആളുകൾക്ക് സാധിക്കും. ഏറ്റവും ചുരുങ്ങിയ പക്ഷം സാധാരണക്കാരനിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ തിരക്കുപിടിച്ച ജീവിതത്തിനിടയിലും അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു വട്ടമെങ്കിലും റമളാൻ മാസത്തിൽ ഞാൻ പൂർണ്ണമായും പരിശുദ്ധ ഖുർആൻ ഒരു തവണ ഓതി പൂർത്തീകരിക്കുമെന്ന് ഉറച്ചു തീരുമാനിക്കാൻ അയാൾ തയ്യാറായാൽ
അള്ളാഹു അതിനുള്ള തൗഫീഖ് തരും. സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ കലാം അത് പാരായണം ചെയ്ത് പൂർത്തീകരിക്കുക എന്നത് അള്ളാഹുവിൻ്റെ അടുത്ത് വമ്പിച്ച പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമായി തീർച്ചയായും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ താലീം ചെയ്യുക, ഖുർആൻ പഠിക്കുക എന്നതാണ്. നബി തങ്ങളുടെ ഒരു വാക്ക് നോക്കൂ നിങ്ങൾ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമർ എന്നാണ്. ഭൂമി മലയാളം ചവിട്ടിയ മനുഷ്യരിൽ ഏറ്റവും നല്ല മനുഷ്യർ, കോടിക്കണക്കിന് മനുഷ്യരെ ചൂണ്ടി അവരിൽ ഏറ്റവും നല്ലവർ എന്ന് ഇസ്ലാം പഠിപ്പിച്ചത് അത് പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ എന്നുള്ളതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, പരിശുദ്ധ റമളാനിലാണല്ലോ അള്ളാഹു നമുക്ക് ഈ പരിശുദ്ധ വചനങ്ങൾ അവതരിപ്പിച്ചു തന്നത്. അത് പഠിക്കുക എന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടവും ഏറ്റവും വലിയ മേന്മയുമാണ്, ഗുണവുമാണ്. അങ്ങനെയുണ്ടായിട്ട് പോലും ഖുർആനുമായി അങ്ങേ അറ്റം അകലം കാത്തു സൂക്ഷിക്കുന്ന ചില മനുഷ്യരെ കാണേണ്ടി വരുന്നു എന്നത് എത്ര ഭീകരമാണ്. നമ്മുടെ ഉപ്പാക്ക് നാം കാതു കൊടുക്കാറുണ്ട്, നമ്മുടെ ഉമ്മയുടെ വാക്കുകൾക്ക് വേണ്ടി നാം ചെവി കൊടുക്കാറുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട സഹധർമ്മിണിക്ക് പറയാനുള്ളതെല്ലാം കേൾക്കാൻ നമ്മൾ തയ്യാറാണ്. നമ്മുടെ മക്കളുടെ കെഞ്ചലും കൊഞ്ചലും നമുക്ക് ആവേശമാണ്, ഉത്സാഹമാണ്. എന്നാൽ നമ്മളെ പടച്ച് നമുക്ക് വേണ്ടതെല്ലാം തന്ന്, ജീവൻ തന്ന്, ജീവിക്കാനുള്ള വിഭവങ്ങൾ തന്ന്, ഒരു ജീവിതം തന്ന് നമ്മളെ പടച്ചു പോറ്റുന്ന റബ്ബിൻ്റെ വാക്കുകൾ, അള്ളാഹുവിന് നമ്മോട് പറയാനുള്ളത്, അത് കേൾക്കാൻ കാതു കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് എത്ര വലിയ ധിക്കാരമാണ്. നമ്മളെ പടച്ചു പോറ്റുന്ന മറ്റാരുടേതും അല്ല. നമുക്ക് കണ്ണിൻ്റെ കാഴ്ച നമുക്ക് ഈ കണ്ണിന് കാഴ്ചശക്തി നൽകിയ, നമ്മുടെ കേൾവിശക്തി നൽകിയ, നമ്മുടെ നാവിൻ്റെ അഗ്രഭാഗങ്ങളിൽ സ്വാദുമുകുളങ്ങൾ കൊണ്ട് ആഹാര വസ്തുക്കളുടെ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാൻ രുചിയുടെ ലോകം നമുക്ക് തുറന്നിട്ടു തന്ന, നമ്മുടെ ഇൻഡോർ ഓർഗൻസ് സംവിധാനിച്ചു തന്ന, ശ്വസിക്കാനുള്ള സംവിധാനങ്ങൾ തന്ന നമ്മുടെ റബ്ബ്, ഈ കൈയും അതിനുള്ള കായബലവും ഈ ശരീരവും അതിൻ്റെ കായിക ബലവും നമുക്ക് തന്ന നമ്മുടെ റബ്ബ്, ആ റബ്ബിന് നമ്മളോട് എന്താണ് പറയാനുള്ളത്? അതല്ലേ ഖുർആനിലുള്ളത്. അതിനൊന്ന് ചെവി കൊടുക്കാൻ നമ്മൾ മനസ്സ് കാണിക്കുന്നില്ലെങ്കിൽ എത്ര വലിയ ധിക്കാരികളാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ മാസത്തിലൊരു തീരുമാനമെടുക്കണം. നമ്മൾ സ്ഥിരമായി പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നവരാകും. ഞങ്ങൾ ഖുർആൻ പഠിതാക്കളാണ്. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഖുർആൻ പഠിതാക്കളാണ്. ഞങ്ങൾ അള്ളാഹുവിൻ്റെ ആൾക്കാരാണ്. എന്ത് തിരക്കിനിടയിലും, ഭൗതികമായ ഓട്ടത്തിനിടയിലും, ഏത് ജോലി തിരക്കിനിടയിലും ആഴ്ചയിലൊരിക്കലെങ്കിലും പരിശുദ്ധ ഖുർആനിൻ്റെ മുമ്പിൽ വന്നിരുന്ന് ഖുർആൻ പഠിക്കുന്നവനാണ് ഞാൻ എന്ന് പറയാൻ നമുക്ക് അവകാശപ്പെടാൻ സാധിക്കണം സുഹൃത്തുക്കളെ. അത് ഏറ്റവും നല്ല മനുഷ്യരെ തീരുമാനിക്കപ്പെടുന്ന ഘടകമാണ്. അതോടൊപ്പം തന്നെ ഖുർആൻ എന്നത് തദബ്ബുർ ചെയ്യണം, ചിന്തിക്കണം. ഖുർആനിലെ വചനങ്ങൾ, അതിൻ്റെ പ്രയോഗങ്ങൾ, അതിലെ ചരിത്രങ്ങൾ, അതിൻ്റെ പദചമൽക്കാരങ്ങൾ, അതിൻ്റെ ആശയങ്ങൾ, അതിലെ തത്വസംഹിതകൾ, നിയമവ്യവസ്ഥകൾ, പ്രായോഗിക തലങ്ങൾ, മനഃശാസ്ത്ര തലങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും എവിടെയെല്ലാം നമ്മുടെ വിശ്വാസരംഗത്ത്, കുടുംബജീവിതത്തിൽ, സാമ്പത്തിക രംഗത്ത്, സാമൂഹിക ബന്ധങ്ങളിൽ, ദാമ്പത്യ ജീവിതത്തിൽ എല്ലായിടത്തേക്കും വെളിച്ചം വീശുന്ന ആ വേദഗ്രന്ഥത്തിൻ്റെ ആഴങ്ങളിലേക്ക് ചിന്തിക്കാൻ തീർച്ചയായും നമുക്ക് പറ്റണം. അതോടൊപ്പം നമ്മുടെ ആപ്ലിക്കബിളായിട്ട് നമ്മുടെ ലൈഫിലേക്ക് ഖുർആനിലൊരു കാര്യം പഠിച്ചാൽ അത് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കണം. ഖുർആനിലൊരു കാര്യം പഠിക്കുകയാണ്, 5 നേരവും നമസ്കരിക്കണം. അത് നമ്മൾ പിന്നെ ജീവിതത്തിൽ നിലനിർത്തുകയാണ്. പലിശ പാടില്ല, നമ്മളത് ജീവിതത്തിൽ നിലനിർത്തുകയാണ്. ഇങ്ങനെ ഖുർആനിലെ നിയമനിർദ്ദേശങ്ങളെ ആപ്ലിക്കബിളായിട്ട് ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അതോടൊപ്പം പരിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥസഹിതം പഠിക്കുവാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ പീസ് റേഡിയോയിൽ അവൈലബിളാണ്. അതുകൊണ്ട് ഈ പഠന സംവിധാനങ്ങളെയും സംരംഭങ്ങളെയും വിനിയോഗിച്ചുകൊണ്ട് ഖുർആനിനോട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ തീർച്ചയായും ഖുർആൻ എന്നത് നമ്മുടെ ഹൃദയവസന്തവും നെഞ്ചിൻ്റെ പ്രകാശവും, നമ്മുടെ ദുഃഖം നീങ്ങിപ്പോകുവാനും നമ്മുടെ മനോവിഷമങ്ങൾ നീങ്ങിപ്പോകുവാനും ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവാനും ശൈത്വാനീയത്തിൻ്റെ സകല ഷർറിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുവാനും സാധിക്കുന്നതാണ്. അതിൻ്റെ മുമ്പിലൊന്ന് വന്നിരുന്നാൽ ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതത്തെ,
അനുഭവിച്ചാസ്വദിച്ചറിഞ്ഞുകൊണ്ട് ഏറ്റവും ഉത്കൃഷ്ടനായ ഒരു മനുഷ്യൻ്റെ നിലവാരത്തിലേക്ക് ഉയരാൻ തീർച്ചയായും നമുക്ക് സാധിക്കും. സർവശക്തനായ അള്ളാഹു പരിശുദ്ധ ഖുർആനിനോട് ഹൃദയബന്ധം പുലർത്തുന്ന നല്ല വിശ്വാസിനികളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖൽബി വനൂറ സ്വദരി വജലാ ഹുസ്നി വദഹബ ഹമ്മി വആമീൻ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.